മാരിയോയുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അപ്പനില്ല, അമ്മയില്ല, ചേട്ടനില്ല, അനിയനില്ല, ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല. അപ്പോൾ മാരിയോ ഒറ്റപ്പെട്ട ഒരുത്തനാണ്. അപ്പോൾ ഇവർ ഇച്ഛായിഞ്ഞ് വർപ്പിക്കാന്ന് പറയില്ല, ഇവർ പറയുന്നത് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സ്ലേവ് ലൈഫ്, അതേ അവർ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അതിനോട് ഞാനൊന്ന് പ്രതികരിച്ചു പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ പ്രതികരിക്കാതെ ഈ NGO തുടങ്ങിയപ്പോഴും അവളും അമ്മയും ഞാനും മാത്രമായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള അടിപിടി ഇങ്ങനെ സഹിക്കും, ഞാൻ സഹിച്ചുകൊണ്ടേയിരിക്കും, മരണം വരെ ചിലപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കും. അത് ക്രിസ്തീയ സാധനമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ ഇവിടെ വെച്ച് അതിനൊരു ബ്രേക്ക് കിട്ടും. അത് തിരുത്താൻ വേണ്ടി എനിക്ക് തോന്നുന്ന ദൈവികമായൊരു തീരുമാനമായിട്ട് ഞാനിപ്പോഴും അതിനെ കാണുന്നുള്ളൂ. ഈ ഇപ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞല്ലോ. കോംപ്രമൈസ് എന്നുള്ള ജിജിയുടെ ഭാഗത്തു നിന്നല്ലാതെ താങ്കൾക്കും അതിന് പറ്റുമല്ലോ? ഇവരെ ഒഴിവാക്കി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനതിന് ഇവരെ ഒഴിവാക്കി NGOയും ക്യാൻസൽ ചെയ്ത് വേണേൽ ട്രസ്റ്റും ക്യാൻസൽ ചെയ്ത് പ്രസ്ഥാനം മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ടും ഒന്നിച്ചു പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അവരുടെ കുടുംബം മാത്രം നയിക്കുന്ന ഒരു പ്രസ്ഥാനം നിലനിർത്തിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഇറ്റ് ഗീവ്സ് മീ മെൻ്റൽ സ്ട്രെസ്.